ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് കൃത്യമായിട്ട് നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന ഒരു മാർക്കറ്റ് അനാലിസിസ് രീതിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. വൈക്ക് ഓഫ് മാർക്കറ്റ് സൈക്കിൾ എന്ന് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. വൈക്ക് ഓഫ് എന്നാണോ വിക്ക് ഓഫ് എന്നാണോ പറയുക എന്നുള്ളൊരു ആ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. വൈക്ക് ഓഫ് എന്നാണ് ഞാൻ കൂടുതലായിട്ടും ആളുകൾ പറയുന്നത് കേട്ടിട്ടുള്ളത്. അപ്പോൾ വൈക്ക് ഓഫ് മാർക്കറ്റ് സൈക്കിൾ എന്താണ്, അല്ലെങ്കിൽ ഏത് രീതിയിലൊക്കെയാണ് നമുക്ക് അതിൻ്റെ ഒരു സ്ട്രക്ചർ കാണാനായിട്ട് സാധിക്കുക, ആ സ്ട്രക്ചറിലൂടെ ഏത് രീതിയിലൊക്കെ പ്രൈസ് ഒരു മൂവ്മെൻറ്റ് നടത്താനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നമുക്കൊരു പ്രൈസ് പ്രഡിക്ഷൻ നടത്താനും അല്ലെങ്കിൽ മാർക്കറ്റ് ഇനിയുള്ള ദിവസങ്ങളിൽ ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ള കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് വൈക്ക് ഓഫ് മാർക്കറ്റ് സൈക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ടെക്നിക്കൽ അനാലിസിസ് അപ്രോച്ചാണ്. അതായത് ഒരു അസറ്റ് നമുക്ക് എപ്പോഴാണ് വാങ്ങിക്കേണ്ടത്, എപ്പോഴാണ് അത് സെല്ല് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മാർക്കറ്റ് അനാലിസിസ് രീതിയാണ് ഈ വൈക്ക് ഓഫ് മാർക്കറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ആ ഒരു സ്ട്രക്ചർ നോക്കിക്കൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താനും അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഒരു 4 ഘട്ടങ്ങളാണ്, 4 ഫേസസ് ആണ് ഈ ഒരു വൈക്ക് ഓഫ് മാർക്കറ്റ് സൈക്കിളിനുള്ളത്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒരു അക്യുമുലേഷൻ പീരീഡാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മാർക്കറ്റ് അപ്പും നാലാമത്തെ എന്ന് പറയുന്നത് മാർക്കറ്റ് ഡൗണുമാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളും നമ്മൾ ലൈവായിട്ട് നമ്മുടെ ബിറ്റ് കോയിൻ്റെ ചാർട്ടിൽ ഏതൊക്കെ രീതിയിലാണ് ഫോം ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ആ ഒരു സ്ട്രക്ചർ അവിടെ രൂപപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഈ കാണുന്നതാണ് വൈക്ക് ഓഫ് മാർക്കറ്റ് സൈക്കിളിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ മാത്രമാണിത്. നമുക്ക് ലൈവ് ചാർട്ടിൽ പോയിട്ട് എങ്ങനെയാണ് ലൈവ് ചാർട്ടിൽ ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്കൊരു അക്യുമുലേഷൻ ഫേസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ അവിടെ നിന്ന് മാർക്കറ്റ് അപ്പ് ആവുന്നുണ്ട്. ദെൻ വീണ്ടും ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷന് മുൻപായിട്ട് ഇവിടെ വീണ്ടും പ്രൈസ് ഒന്ന് അക്യുമുലേറ്റ് ആവുന്നുണ്ട്. ദെൻ വീണ്ടും പ്രൈസ് അപ്പ് ആവാണ്, മാർക്കറ്റ് അപ്പ് ആവാണ്. ദെൻ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആണ്. ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസിൽ നിന്നാണ് വീണ്ടും പ്രൈസ് താഴേക്ക് പോകുന്നത്. മാർക്കറ്റ് ഡൗൺ ആവുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫേസ് കഴിയുമ്പോഴാണ്. ദെൻ അതിനുശേഷം പ്രൈസ് വീണ്ടും ഒന്ന് അക്യുമുലേറ്റ് ആവുന്നുണ്ട്. ദെൻ വീണ്ടും പ്രൈസ് താഴേക്ക് പോകുന്നുണ്ട്, മാർക്കറ്റ് ഡൗൺ ആവുന്നുണ്ട്. ദെൻ ഫൈനൽ ആയിട്ടുള്ള ഒരു അക്യുമുലേഷൻ ഫേസിലും മാർക്കറ്റ് നിൽക്കുന്നുണ്ട്. ദെൻ അവിടെ നിന്ന് നമ്മൾ ആദ്യം മുതൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അതായത് ആ ഒരു അക്യുമുലേഷൻ ഫേസിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും അപ്പ് ആവുന്നു. ദെൻ വീണ്ടും ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു. ദെൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസിലെത്തുന്നു. ദെൻ വീണ്ടും അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ ആവുന്നു. ഈ രീതിയിൽ ഈ ഒരു മാർക്കറ്റ് സൈക്കിൾ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് എല്ലാ സാധ്യതകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൊതുവെ കണ്ടുവരുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ നമ്മളിവിടെ നോക്കിയപ്പോൾ ലൈവായിട്ടുള്ള ചാർട്ടിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫേസസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ബിറ്റ് കോയിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ആദ്യമേ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ രീതിയിലുള്ള ഒരു അക്യുമുലേഷൻ ഫേസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ അവിടെ നിന്ന് മാർക്കറ്റ് അപ്പ് ആവുന്നുണ്ട്. ദെൻ ഇവിടെ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ആവുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഒരു പ്രൈസ് ഒന്ന് അക്യുമുലേറ്റ് ആവുന്നുണ്ട്. ദെൻ വീണ്ടും ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ദെൻ ഇത് നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇവിടെ പ്രൈസ് വീണ്ടും ഒന്ന് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുൻപായിട്ട് വീണ്ടും ഇവിടെ ഒരു അക്യുമുലേഷൻ ഫേസിൽ നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും. ദെൻ വീണ്ടും മാർക്കറ്റ് ഡൗൺ ആവുന്നുണ്ട്. ദെൻ ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണ്. അതായത് ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണ്. ഇവിടെ ആയിരിക്കും ഒരു അക്യുമുലേഷൻ ഫേസ്, ഫൈനൽ ആയിട്ടുള്ള ഒരു അക്യുമുലേഷൻ ഫേസ് ഉണ്ടായിരിക്കുക. അവിടെ നിന്നായിരിക്കും മാർക്കറ്റ് അപ്പ് ആവുകയും ദെൻ നമ്മളിവിടെ കണ്ട പോലുള്ള കാര്യങ്ങൾ തന്നെ ഈ ഒരു സൈക്കിൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പ്രൈസ് ഏകദേശം മുൻപത്തെ, അതായത് ഈ ഒരു ഓൾ ടൈം ഹൈ 2018 ഈ ഒരു ഓൾ ടൈം ഹൈ ഏരിയയിലേക്ക് പ്രൈസ് വരും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മുൻപ് പല വീഡിയോകളിലായിട്ട്, ഒട്ടുമിക്ക എല്ലാ വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം അത് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ഈ ഒരു മാർക്കറ്റ് സൈക്കിളിനെ ഫോളോ ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഈ ഒരു 18K അല്ലെങ്കിൽ 19K 18 മുതൽ 20K വരെയുള്ള ഒരു ഏരിയയിലേക്ക് പ്രൈസ് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഈ ഒരു വൈക്ക് ഓഫ് മാർക്കറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള, ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന
ഒരുപാട് പേര് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് സൈക്കിളാണ്. ആ ഒരു മാർക്കറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാര്യം ഇവിടെ മാർക്കറ്റിൽ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ പ്രൈസ് താഴേക്ക് ഇറങ്ങി വരാനും, അതായത് ഇപ്പോൾ പ്രൈസ് ഉള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ഫേസിൽ തന്നെയാണ് പ്രൈസ് നിൽക്കുന്നത്. അതായത് അവിടെ നിന്ന് ഒരു റീടെസ്റ്റ് നടത്തി വീണ്ടും പ്രൈസ് താഴേക്ക് വരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രെൻഡ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും പ്രൈസ് താഴേക്ക് തന്നെ പോകുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന, അല്ലെങ്കിൽ പറയാനായിട്ട് നമുക്ക് എടുത്ത് കാണിക്കാവുന്ന ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ മുൻപത്തെ വീഡിയോകളിലെല്ലാം തന്നെ പലതരത്തിലുള്ള എക്സാമ്പിൾസ് പറഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഏത് രീതിയിലായിരിക്കും പ്രൈസ് മൂവ് ചെയ്യാനായിട്ട് സാധ്യതയുള്ളത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. അപ്പോൾ ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന അത്തരത്തിലുള്ള വീണ്ടും പ്രൈസ് താഴേക്ക് വരുമെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ആൻഡ് കഴിഞ്ഞ 9 ആഴ്ചകൾക്ക് ശേഷം ഫോം ആയിട്ടുള്ള ഈ ഒരു 10ാം വീക്കിൽ ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആയാൽ പോലും വളരെ വീക്കായിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. ഒരു ഹൈ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തൊട്ട് മുൻപത്തെ ആ റെഡ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിൽ പോലും എത്താനായിട്ട് സാധിക്കാത്ത ഒരു ക്യാൻഡിലാണ് ഇവിടെ ഫോം ആയിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വീക്കിൽ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ ആയാൽ പോലും തൊട്ട് മുൻപ് ഫോം ചെയ്തിട്ടുള്ള ക്യാൻഡിലിൻ്റെ ഹയസ്റ്റ് പ്രൈസിലേക്ക് പോലും എത്താൻ സാധിക്കാത്ത ഒരു ക്യാൻഡിലായിട്ട് മാറിയിരിക്കുകയാണ്. സോ വളരെ വീക്കായിട്ടുള്ള ബൈയിങ് പ്രഷർ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസ് ഇനിയും താഴേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. സോ ഇവിടെ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബൈ ഇൻ ദ ഡിപ്പ് എന്ന് പലരും പറയും. പക്ഷേ എല്ലാ ഡിപ്പും നമുക്ക് ബൈ ചെയ്യാനായിട്ടുള്ളതല്ല. കൃത്യമായിട്ടുള്ള കൺഫർമേഷനും കാര്യങ്ങളും കിട്ടുമ്പോൾ മാത്രമേ നിങ്ങളൊരു ബൈ പൊസിഷൻ അല്ലെങ്കിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് പാടുള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ബൈ ഇൻ ദ ഡിപ്പ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് വിട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും നടത്തിയതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കാം. ഈ ഒരു വീഡിയോ ഒരിക്കലും ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസോ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്.